ഇറാനെ കയറി അടിക്കാൻ കഴിഞ്ഞ ദിവസം ട്രംപ് വിമാനങ്ങളെ അയച്ചപ്പോൾ അതിൽ വിമാനത്തെ ഇറാൻ വെടിവെച്ചിട്ട് 2 വിമാനങ്ങളെ തകർത്തിരുന്നു ഇറാൻ. അതിൽ ഒരു പൈലറ്റ് ഇറാന്റെ മലനിരങ്ങളിൽ കുടുങ്ങിയിരുന്നു. അതിനെ കിട്ടിയാൽ വെട്ടിയറിഞ്ഞ് സ്രാവിന് തിന്നാനിട്ട് കൊടുക്കും എന്ന് കൃത്യമായി ഇറാൻ പറയുകയും ചെയ്തു. അമേരിക്കൻ പട്ടാളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, കാര്യം അതങ്ങനെ ഇറാൻ പറയാൻ കാരണം കുറെ കുരുന്നുകൾ 100-200 കുട്ടികളെ നിഷ്കരണം കൊന്നുകളഞ്ഞ നരാധമന്മാരാണ് ഈ അമേരിക്കക്കാരെന്ന് പറയും. അമേരിക്കൻ പട്ടാളം, അമേരിക്കക്കാരെന്ന് പറയും അവിടുത്തെ ജനങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ട്രംപിന്റെ പട്ടാളവും. ജനങ്ങൾ ഈ യുദ്ധത്തിനെതിരാണ്. അത് ഇസ്രായേലിലെയും ഇറാനിലെയും അമേരിക്കയിലെയും ജനങ്ങൾ ഇവരുടെ ഈ കളികൾക്ക്, പേക്കൂത്തുകൾക്ക് എതിരാണ്. നമുക്കറിയാം അത്. പക്ഷെ നിവൃത്തിയില്ല, അവരിങ്ങനെ കളിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? ഏതായാലും അങ്ങനെ ഈ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ പട്ടാളം ഇറങ്ങി എന്ന് പറയുന്നു. ആ പൈലറ്റിനെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് ട്രംപിന് ചെറിയ ഒരു മൈലേജ് എന്നല്ല ഉണ്ടാക്കിയത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തി നിലവിളിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയാണ് കിട്ടിയത്. ആ പിടിവള്ളിയിൽ തൂങ്ങി ട്രംപ് എന്തായാലും സംസാരിക്കുന്നുമുണ്ട്. ആ പട്ടാളക്കാരനെ രക്ഷപ്പെടുത്തി അമേരിക്ക കൊണ്ടുപോയത് സന്തോഷം, കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ആ പട്ടാളക്കാരന് കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അവരുടെ കുടുംബത്തോടൊപ്പം ചേരാൻ സാധിക്കുന്നതിൽ അതിലും സന്തോഷം. കാരണം ഏതൊരു ജീവനും നശിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് അമേരിക്കൻ പട്ടാളമായാലും ഇറാനിലെ കുരുന്നുകളായാലും ആരായാലും. പിന്നെ എന്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധം ഉണ്ടാക്കിയത് ഇസ്രായേലും അമേരിക്കയും കൂടിയാണ്, ഇറാനല്ല. ഇറാനെ കയറി ആക്രമിക്കുക ചെയ്തത്. അതുകൊണ്ട് തെറ്റ് ചെയ്തത് ഇസ്രായേലും അമേരിക്കയും ആയതുകൊണ്ട് ഇറാന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നു. അങ്ങനെ തന്നെ ഈ യുദ്ധത്തിന്റെ പരിസമാപ്തി വരെ സംസാരിക്കൂ, ഒരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ലേറ്റസ്റ്റ് വാർത്ത, വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ഇന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ ഇന്നലെ ട്രംപിന്റെ പട്ടാളക്കാരനെ, അതായത് നമ്മുടെ പൈലറ്റിനെ മലനിരകളിൽ നിന്ന് താങ്ങിയെടുത്തുകൊണ്ട് പോയി, റാഞ്ചി എടുത്തുകൊണ്ട് പോയ കഥ പറഞ്ഞു. അങ്ങനെ റാഞ്ചാൻ വന്നിട്ടുള്ള 2 വിമാനത്തെ, 2 ഹെലികോപ്റ്റർ, മൊത്തം 4 എണ്ണത്തിനെ വെടിവെച്ചിട്ടു എന്ന് വാർത്ത പറയുന്നുണ്ട്. 2 ഹെലികോപ്റ്റർ, പിന്നെ ഒരു വലിയൊരു അണ്ടക്കടാഹം പോലുള്ള ഒരു വിമാനം, പിന്നെ ഒരു ഫൈറ്റർ. ഇത് 4 എണ്ണം വീണു. ഇതില് 2 വാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാദഗതികൾ തുടക്കം മുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇറാൻ സത്യസന്ധമായാണ് കാര്യങ്ങൾ പറയുന്നത്. അമേരിക്ക പറയുന്നത് നുണയാണ്. ഒന്നുകിൽ നിഷേധം, അല്ലെങ്കിൽ നുണ, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില വിഡ്ഢിത്തങ്ങൾ. ഇതൊക്കെയാണ് ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഞങ്ങളെ ഇത്ര പട്ടാളക്കാരെ കൊല്ലപ്പെട്ടു, ഇത്ര ജനം കൊല്ലപ്പെട്ടു, ഇത്ര ബിൽഡിംഗ് തകർന്നു, ഞങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. കൃത്യമായി അവർ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ അവർ തകർക്കുന്നതും കൃത്യമായി അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇത് തകർത്തു, അത് തകർത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് വിശ്വസിക്കാം, കാര്യം ഉള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പുറത്ത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരുന്ന തകർച്ചകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മിണ്ടുന്നില്ല. ഇന്നലെ ആ പട്ടാളക്കാരനെ പൊക്കിക്കൊണ്ടുപോകാൻ വന്നിട്ടുള്ള ആ വിമാനം, ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇറാൻ വെടിവെച്ചിട്ടപ്പോൾ അത് വെടിവെച്ചിട്ടതല്ല, അതിന് സാങ്കേതിക തകരാർ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടായാലും അത് തകർന്ന് തരിപ്പണമായി. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നലെ മീഡിയകളിലൂടെ പുറത്തു വന്നിരുന്നു, അമേരിക്കന്റെ ഹെലികോപ്റ്ററുകളുടെയും വിമാനത്തിന്റെയും ഒക്കെ. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരം എന്ന് പറയുന്നത് ആ വിമാനം അമേരിക്ക തന്നെ തകർത്തതാണത്രേ. ഇറാന്റെ മണ്ണിൽ ഇറങ്ങിയിട്ട് അത് ചെളിയിൽ പൂണ്ടുപോയി. അങ്ങനെ ഇറാന് അതിന്റെ സാങ്കേതിക വിദ്യകളും മറ്റും ആധുനിക സാങ്കേതിക വിദ്യകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തകർത്തതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അമേരിക്ക തകർത്താലും ഇറാൻ തകർത്താലും ഇറാന്റെ മണ്ണിലേക്ക് സുരക്ഷിതമായി ഇറങ്ങി പട്ടാളക്കാരനെ കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു പട്ടാളക്കാരന്റെ വേണ്ടി രക്ഷപ്പെടുത്താൻ വന്നപ്പോൾ എത്ര കോടി ഡോളറാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്? പട്ടാളക്കാരന്റെ ജീവന് വില പറയുന്നതല്ല ഞാൻ. അത്രത്തോളം വലിയ നാശനഷ്ടമുണ്ടായി. മാത്രമല്ല ഈ വിമാനങ്ങളിലെ അതിലുണ്ടായിരുന്ന ആൾക്കാർ, ജീവനക്കാരുണ്ടല്ലോ, പൈലറ്റ് അടക്കമുണ്ടല്ലോ, അവരുടെ കാര്യം പറയുന്നില്ല. എന്ത് സംഭവിച്ചു? തകർന്നു വീണു എന്നാണ് പറയുന്നത്. പൈലറ്റിന് ജക്ട് ചെയ്ത് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ കണക്കുകളൊന്നും പറയുന്നില്ല, ആരും പറയുന്നില്ല. ഇറാൻ മാത്രമേ പറയുന്നുള്ളൂ, അമേരിക്ക പറയുന്നില്ല. അമേരിക്ക പറയുന്നത് ഞങ്ങൾ തകർത്തതാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്വന്തം വിമാനവും ഹെലികോപ്റ്ററും എല്ലാം അമേരിക്ക തന്നെ ഇറാന്റെ മണ്ണിലിട്ട് തകർത്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അതിലുള്ള ജീവനക്കാരെയാണ്. പൊത്തി അറിഞ്ഞ് സ്രാവിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇറാന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ. നോക്കൂ, ഇപ്പോ ട്രംപ് പറഞ്ഞിട്ടുള്ളത്
അന്ത്യശാസനം ചൊവ്വാഴ്ച രാത്രി 8 മണി വരെ, അതായത് നമ്മുടെ സമയമാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെ 5:30 വരെ നീട്ടിയെന്നാണ്. അന്ത്യശാസനമാണ് നീട്ടിയത്. ട്രംപിന്റെ ധൈര്യം എത്രത്തോളം ചോർന്നു പോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യശാസനം, ഇനിയൊരു ശാസനം ഇല്ല, തീരുമാനമെടുത്തു, മര്യാദയ്ക്ക് നടപ്പിലാക്കിയോ, ഇല്ല എന്നുണ്ടെങ്കിൽ തട്ടിക്കളയും എന്നാണ്. ആദ്യം 48 മണിക്കൂർ അന്ത്യശാസനം, പിന്നെ 5 ദിവസത്തെ അന്ത്യശാസനം, പിന്നെ 10 ദിവസമാക്കിക്കൊണ്ട് അതിന് അന്ത്യശാസനം. ഇപ്പൊ എന്തേ വരുന്ന ബുധനാഴ്ച വരെ, ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 വരെ അന്ത്യശാസനം. ഇനി 5:30 ആകുമ്പോൾ അന്ത്യശാസന സമയം വീണ്ടും നീട്ടുമായിരിക്കും. അങ്ങനെ അന്ത്യശാസനങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നീട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു പേടി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഭയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട് എന്നതിന് മനസ്സിലാക്കാം. ഇവിടെ ഇറാൻ ആത്യന്തികമായി ഉള്ളൊരു വിജയം നേടുമെന്നുള്ള അമിത പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇറാനിലേക്ക് കയറി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയം ഇറാനൊപ്പം നിൽക്കും. അതായത് കരയുദ്ധം ഇറാനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത്ര എളുപ്പമായിരിക്കില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാറ്റോ സഖ്യവും അതേപോലെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ കരയുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. കാരണം ഈ യുദ്ധത്തിന് കുറെ പട്ടാളക്കാരെ, 10,3500 പട്ടാളക്കാരെ വിമാനത്തിൽ കൊണ്ടുവന്ന് പാരച്യൂട്ടിലും കൊണ്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടുകളെ പോലെ കാലാകാലം അവരോടൊന്ന് പണിയെടുത്തോളൂ എന്ന് കരുതരുത്. ഇവർക്ക് യഥാസമയം ഭക്ഷണം വേണം, പരുക്ക് പറ്റിയവരെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോകാനുള്ള സംവിധാനം വേണം, അവർക്ക് ആയുധങ്ങൾ എത്താനുള്ള ശൃംഖലകൾ വേണം, കണ്ണികൾ വേണം, ഭക്ഷണം, മറ്റ് അനുബന്ധ ഉപകരണങ്ങളെല്ലാം എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വേണം. ഈ സൗകര്യങ്ങൾ കൂടെ ചേർന്നതാണ് യുദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ കുറെ പട്ടാളക്കാർ ഇറങ്ങിയിട്ട് പട്ടേന്ന് വെടിവെച്ച് കുറെ എണ്ണത്തിനെ കൊല്ലുന്നതല്ല ഈ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സംവിധാനത്തെ, ഈ പറയുന്ന ചെയിൻ സംവിധാനത്തെ ഇറാന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ ഇറാൻ സമ്മതിക്കില്ല. അത് അമേരിക്കയ്ക്ക് എന്നല്ല, ബ്രിട്ടൻ എന്നല്ല, ഫ്രാൻസിന് എന്നല്ല, ഇസ്രായേലിൽ നിന്നല്ല, ആർക്കും സാധ്യമല്ല. അതറിയാവുന്നത് കൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ കരയുദ്ധത്തിനില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പട്ടാളം അംഗസംഖ്യയിൽ വളരെ കുറവാണ് എന്നവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് 4 വഴിക്കുമാണ് ഇസ്രായേലിന് അടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പട്ടാളക്കാരുടെ എണ്ണത്തിൽ പരിമിതി ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളതിനെ ഇറാന്റെ മണ്ണിൽ കൊണ്ടിട്ട് കൊല്ലാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ട്രംപ് ഇറാനോട് പറയുന്നത് ഹോർമുസ് കടലെടുക്ക് തുറക്കണം. ഇറാൻ പറയുന്നത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇറാനിൽ കയറി നിങ്ങൾ അടിച്ചതിന് നഷ്ടപരിഹാരം കിട്ടണം, അല്ല തുറക്കൂല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് കൃത്യമായ നിലപാടുകൾ ഇറാൻ പറയുന്നുണ്ട്, അത് തുടക്കം മുതൽ പറയുന്നുണ്ട്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഏതായാലും ഇറാൻ വെടിവെച്ചിട്ട സൈനിക വിമാനത്തിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ വന്നിട്ടുള്ള മറ്റു വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള ഇറാന്റെ വാദം വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അതാണ് സത്യം ആകാൻ സാധ്യത. അല്ലാതെ അമേരിക്കന്റെ ഇത്രയും സന്നാഹത്തോടുകൂടി അമേരിക്ക വന്നതിന് ശേഷം, ആ പട്ടാളക്കാരനെ രക്ഷിച്ച ശേഷം അവരുടെ വിമാനങ്ങൾ സ്വയം തകർത്ത് തരിപ്പണമാക്കി ഇറാന് മുതൽക്കൂട്ടാക്കി ആക്രി വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് വിശ്വസിക്കാൻ തക്കുള്ള ഒരു മണ്ടനൊന്നും അല്ല ഞാൻ. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യോമ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശേഷി ഇപ്പോഴും ഉണ്ട്. അതായത് മിസൈൽ സംവിധാനങ്ങൾ. ഇപ്പൊ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ വലിയ സന്നാഹങ്ങളൊന്നുമില്ല. ആകാശത്ത് നിന്ന് ആരെ തകർക്കാനും ഇസ്രായേലിനും അതേപോലെ അമേരിക്കയ്ക്കും ഇപ്പോൾ സാധിക്കും. അത് ഒരിക്കലും ഇറാന് സാധിക്കില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് യുദ്ധം തുടങ്ങിയ ആ സമയം മുതൽ ഇങ്ങോട്ട് അമേരിക്ക അടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ആ സമയം മുതൽ ഈ സമയം ഉണ്ടാക്കിച്ചിട്ടുള്ള പഴയതും പുതിയതുമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉൾപ്പെടുന്ന കുറെ മിസൈലുകളും ഡ്രോണുകളും അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങളും അത് അമേരിക്കന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അത്യന്താധുനിക സംവിധാനങ്ങൾക്ക്, പ്രതിരോധ സംവിധാനങ്ങൾക്ക് തൊടാൻ കഴിയാത്ത വിധത്തിൽ ചെന്ന് ലക്ഷ്യം കൃത്യം നടത്തി തിരിച്ചു വരാൻ പറ്റുന്ന കുറെ സംവിധാനങ്ങൾ ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ആകെ ഒരു തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇറാൻ എപ്പോഴും അമേരിക്കയുടെ സ്പേസുകളെ മറ്റു രാജ്യങ്ങളിലൊക്കെ കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സംരക്ഷണത്തിലിരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും പറ്റും എന്നുള്ള ആ ഒരു പ്രതിരോധം. ഈ പൈലറ്റിനെ പോലും ഒരുപക്ഷെ ഇറാൻ റാഞ്ചാൻ ശ്രമിച്ചത് സ്രാവിന് കൊത്തിയെരിയും എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിലും ആ പൈലറ്റിനെ വെച്ച് ഇറാനിന് വിലപേശാം, ഒരുപക്ഷെ യുദ്ധത്തിനൊരു പരിസമാപ്തിയൊക്കെ വരുത്താനൊക്കെ സാധിക്കും. അതൊക്കെ കരുതിയിട്ടാണ്. അല്ലാതെ ഇറാൻ ഒരു ആന മഹാസംഭവമാണ് എന്നുള്ള അഭിപ്രായം യുദ്ധത്തിൽ എനിക്കില്ല. പക്ഷേ നട്ടലുള്ള ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ഭരണകൂടം എന്താണോ ആഗ്രഹിച്ചത് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള നട്ടലുള്ള ഒരു മറ്റ് സംവിധാനങ്ങൾ, പ്രവർത്തന സംവിധാനങ്ങൾ ചുറ്റുമുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ എന്താണോ യുദ്ധത്തിന്റെ ആദ്യ ദിനം പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമേരിക്കയും ഇസ്രായേലും അതല്ല, പ്രത്യേകിച്ച് ട്രംപ് അതല്ല. എത്രയോ തവണ വാക്ക് മാറ്റി കഴിഞ്ഞു, എത്രയോ തവണ പല നുണകൾ പറഞ്ഞു കഴിഞ്ഞു, എത്രയോ തവണ അവർ പലതും നിഷേധിച്ചു കഴിഞ്ഞു. പക്ഷെ ഇറാൻ ഇപ്പോഴും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.